ഹലോ ഓൾ, അങ്ങനെ നമ്മൾ നീറ്റ് MDS എക്സാം എത്തി. നീറ്റ് MDS പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ ഇത്രയും സമയം ഈ ഒരു പ്രിപ്പറേഷൻസിൻ്റെ ജേണിയിൽ പോയ സ്റ്റുഡൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. എന്തിനു പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ 5 വർഷം BDS പഠിച്ചതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടായി MDSലേക്ക് കയറാൻ പോകുന്ന ഒരു ഫൈനൽ എക്സാമാണ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും നമ്മൾ ഹൈ ആയിട്ടാണ് കീപ്പ് ചെയ്യുക. അതിനേക്കാളും അടുത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയർ കണ്ടിന്യൂസ് ആയി നമ്മൾ വർക്ക് ചെയ്തു. അതിൻ്റെ ഒരു ഫൈനൽ എക്സാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ എത്ര കാലം വർക്ക് ചെയ്ത ഏരിയ, പഠിച്ച കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. പഠിക്കാത്ത ഏരിയ, മറന്ന ഏരിയകളൊക്കെ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ബോധമുണ്ടാവരുത്. കാരണം നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. ഓബ്വിയസ്ലി നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രീം കോളേജ് ആൻഡ് ഡ്രീം സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഓബ്വിയസ്ലി നമുക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏരിയാസ് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. സോ ഭയങ്കര കൂളായിട്ട്, ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരും എക്സാം ചെയ്യുക. ഏറ്റവും കാമായിട്ടുള്ള, ഏറ്റവും നല്ല ഒരു മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് എഴുതാൻ വേണ്ടി പോവുക. നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിള്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡിലെ ഇൻസ്ട്രക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്രോച്ച് ചെയ്യുക. നിങ്ങൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ്. BDS പഠിച്ച 5 വർഷത്തെ നിങ്ങളുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് നീറ്റ് MDS പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ എക്സാം എഴുതുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആക്കി മാറ്റുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സ്റ്റേ കോൺഫിഡൻറ്റ് ആൻഡ് സ്റ്റേ ഹോപ്പ്ഫുൾ. വിഷിംഗ് ദ ബെസ്റ്റ്. സോ MDS എക്സാം എഴുതാൻ പോകുന്ന, മാർച്ച് 18 എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായി ചെയ്യുക. ബാക്കി ഫ്രീ ആയി വിട്ടേക്കുക. എക്സാം കഴിഞ്ഞ് അടിച്ചു പൊളിക്കുക. താങ്ക് യു.